ഹലോ. കുറേ നാളായി ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് പോയിട്ട്. മുമ്പ് ഞാൻ പാർലറിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ മന്ത്ലി ഒരിക്കൽ എടുക്കുന്ന ലീവ് ഉറപ്പായിട്ടും അതെൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരിക്കും. അമ്മയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടി എടുക്കുന്ന ലീവായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേ നാൾ, എനിക്ക് തോന്നുന്നു ഒരു 5 മന്ത്സ് അടുപ്പിച്ചാവും ഞാൻ എൻ്റെ അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പുറത്തോട്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ദിവസം ലീവ് എടുത്ത് അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം മാറ്റി വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് ഞാൻ കരുതി അമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോകാം. കുറേ നാൾ കൂടി അമ്മയുടെ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ പോവാം അവിടെ പോവാം ഇവിടെ. അന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് അതങ്ങ് മുടങ്ങും. അപ്പോൾ പുള്ളിക്കാരിക്ക് വിഷമം ഉണ്ടാവും, എന്നാലും എൻ്റെ അത്രയധികം ഒന്നും പുറമെ അങ്ങോട്ട് കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് എന്ത് തിരക്ക് വന്നിരുന്നാലും എന്തായിരുന്നാലും ഇന്ന് എനിക്ക് അമ്മയും കൊണ്ട് പുറത്തോട്ട് പോകണം. ആക്ച്വലി ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. മദേഴ്സ് ഡേക്ക് ഞാൻ അമ്മയെ വിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അമ്മയും കൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാം. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പൊട്ടത്തരത്തിനും എൻ്റെ എല്ലാ പോക്കത്തനങ്ങളിലും എൻ്റെ അമ്മ കൂടെ ഉണ്ട്. എന്ത് ചെയ്തിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ട്. ലൈക്ക് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, മനസ്സിലായി. ഇപ്പോൾ എനിക്ക് എനിക്കൊരു മുട്ടായുടെ ആഗ്രഹമുണ്ട്, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്കൊരു മുട്ടായി എനിക്ക് കൊതിയുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ പറയാം എനിക്ക് മുട്ടായി തോന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് അവർ അമ്മ എനിക്ക് മുട്ടായി എത്തിച്ചിരിക്കും. അങ്ങനെയാണ് എൻ്റെ അമ്മ. പിന്നെ എല്ലാവർക്കും അവരവരുടെ അമ്മമാർ ഭയങ്കര പ്രീഷ്യസ് ആണ്. അമ്മമാരെന്ന് മാത്രമല്ല കേട്ടോ, അച്ഛനും ബ്രദറും എല്ലാവരും അവരവരുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീഷ്യസ് ആണ്. കാര്യം നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ വളർത്തുന്നതും നമ്മളെ നോക്കുന്നതും അങ്ങനെയാണ്. നമ്മളിപ്പോൾ റീസെൻറ്റ് ടൈമിൽ കുറച്ച് വാർത്തകൾ കാണുന്നുണ്ടായിരുന്നു. അതായത് ലഹരി ഉപയോഗിച്ചിട്ട് സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും തല അടിച്ച് പൊട്ടിച്ചു, അമ്മയെ പീഡിപ്പിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ സഹോദരിയെ പീഡിപ്പിച്ചു, സഹോദരിയെ കൊന്നു, അപ്പനെ അമ്മയെ ദ്രോഹിച്ചു, അല്ലെങ്കിൽ അപ്പനെ അമ്മയെ നോക്കാണ്ട് വൃദ്ധസനത്തിൽ കൊണ്ടാക്കുന്ന കുറേ ടീംസ്, അങ്ങനെ ഒത്തിരി പേര് നമ്മൾ ചുറ്റിനിപ്പോൾ ഉണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അവരെയൊക്കെ അത്രയും ആ ഒരു വളർത്തിയത്, ലൈക്ക് ആ ഒരു 10-23 വയസ്സ് 25 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ അത്രയൊക്കെ വളർത്തിയത് അവരുടെ പാരൻസ് ആണ്, മനസ്സിലായോ. ഇപ്പോൾ അമ്മയുടെ വയറിൽ കുട്ടി ആയ ടൈമിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കളഞ്ഞിരുന്നെങ്കിലും പിന്നെ അവർ തല്ലിക്കൊല്ലാൻ മാത്രം അവർ ഉണ്ടാവുമായിരുന്നു. എനിക്കറിയില്ല. നമ്മളെ വളർത്തി വലുതാക്കുമ്പോൾ നമ്മുടെ പാരൻസിന് ഒരു മൈൻഡ് ഉണ്ടാവും, ലൈക്ക് എന്താ അവർ വലുതായി വന്നിട്ട് ഞങ്ങളെ നോക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവർ ടേക്ക് കെയർ ചെയ്യും എന്നൊക്കെ ഒരു മൈൻഡ് അവർക്ക് വരും. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ട സാധനങ്ങൾ വലിച്ചും കുടിച്ചും സ്വന്തം അപ്പനും അമ്മയും അവരെ വളർത്താൻ വേണ്ടി എഫേർട്ട് മറന്നിട്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അവരെയൊക്കെയാണ് കേട്ടോ. അതേസമയം കുറേ ആൾക്കാരുണ്ട് പാരൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്നേഹിക്കുന്നതും അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ. ഈവൻ പെൺകുട്ടികളും ഇങ്ങനത്തെ കുറേ പരിപാടി ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമ്മളെ കൊണ്ട് നമ്മുടെ പാരൻസിന് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. ലൈക്ക് വലിയൊരു കൊട്ടാരം പണിത് കൊടുക്കാൻ, അല്ലെങ്കിൽ കുറേ കാശ് കൊണ്ട് കൊടുക്കാൻ, കുറേ സ്വർണ്ണം പൂശാൻ അങ്ങനെയൊന്നും പറ്റില്ലെന്നുണ്ടെങ്കിലും ഇവരുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ, ഇപ്പോൾ എൻ്റെ അമ്മയുടെ കുഞ്ഞു ആഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് അവിടെ പോവുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകണം, പിന്നെ ഒന്ന് കപ്പലിൻ്റെ മുട്ടായി മേടിച്ച് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒരു കപ്പലിൻ്റെ മുട്ടായി കിട്ടിയ കൊള്ളാം. അങ്ങനത്തെ കുഞ്ഞു ആഗ്രഹം മാത്രമേ എൻ്റെ അമ്മയ്ക്കുള്ളൂ. നമുക്കൊരു ഫിലിം ഡയലോഗ് ഉണ്ടല്ലോ, കൊച്ചു പിള്ളേർ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കുക. കാര്യം എന്ന് പറയുമ്പോൾ അവർ വളർന്നു കഴിയുമ്പോൾ അവർക്ക് ഈ കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അവർക്ക് വലിയ ആഗ്രഹങ്ങളെ കാണും. അതേസമയം നമ്മുടെ പാരൻസിന് അവർക്ക് അന്നും എന്നും കുഞ്ഞു ആഗ്രഹങ്ങളെ കാണും. അതായത് എവിടെയെങ്കിലൊക്കെ ട്രിപ്പിന് പോവുക, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെയൊക്കെ ട്രിപ്പിന് പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, ഭയങ്കര അടിപൊളിയായിട്ട് ചില്ലടിച്ചിരിക്കുക എന്നൊക്കെ ഒരു മൈൻഡൊക്കെ അവർ കാണും. അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നും അവർക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ അമ്മയെ പറയുകയാണ്, ബാക്കിയുള്ള അമ്മയെ കുറിച്ച് എനിക്കത്. പിന്നെ എൻ്റെ പാരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ വക കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ അവർക്ക് ഉള്ളൂ. അവർക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ഡ്രീംസോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. പിന്നീട് നമ്മുടെ മിക്കവരുടെയും അമ്മമാർ വന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം മറന്ന്, ഇപ്പോൾ എൻ്റെ മക്കളുടെ ഇഷ്ടം, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം, അവരുടെ ഇഷ്ടം, സ്വന്തം ഇഷ്ടം ചെയ്യാത്ത ആൾക്കാരാണ് ഓൾമോസ്റ്റ് സ്ത്രീകൾ. അത് നമ്മളിപ്പോൾ കണ്ട് കുറേ ആൾക്കാർക്ക് റിലേറ്റഡ് ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവരുടെ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവിടെ പോകണം ഇവിടെ പോകുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്ക് നടന്നില്ല. അത് എന്നെ കൊണ്ട് നടത്താൻ പറ്റുകയാണ്, എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ആസ് എ മകൾ എന്ന നിലയ്ക്ക് അത് എനിക്കൊരു ഭയങ്കര വലിയ കാര്യമായിരിക്കും. ലൈക്ക് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ആയിരിക്കും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു നിന്ന് സമയം കുറേയായി. വൈകി കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റത്തില്ല, കാര്യം മഴയുണ്ടാവും. ഇപ്പോൾ ചെറിയൊരു വെയിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ എവിടെയാണ് പോകുന്നതൊക്കെ ഞാനൊരു അടുത്ത വീഡിയോ അതായിരിക്കും കുറച്ച് പറ്റും. ട്രിപ്പ് പോയിട്ട് വരട്ടെ കേട്ടാ, വന്നിട്ട് കാണാമേ.